നിയമസഭയിൽ സഭ കൂടുമ്പോൾ സാധാരണ ഉണ്ടാകാറ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ നടന്നത് നാടകീയമായ ഒരു രംഗമാണ്. നയപ്രഖ്യാപനത്തിനായി ഗവർണറെ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. ഗവർണർ നിയമസഭയ്ക്കുള്ളിൽ കയറുന്നു. 1 മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്നു. അതായത് നയപ്രഖ്യാപനത്തിൻ്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്തിനാണ് ഗവർണർ ഒരു നാടകീയമായ രംഗം അവിടെ സൃഷ്ടിച്ചത്? സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണറും ഭരണ സംവിധാനവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പലതരത്തിലുള്ള വാക്പോരുകൾ, പ്രശ്നങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണം ബില്ലിൽ ഒപ്പുവെച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും നിയമസഭയിൽ നിന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനമായ സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന ബില്ലിൽ ഒപ്പുവെക്കാതെ അതിനെ രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി തള്ളിവെക്കുന്ന ഗവർണർ, പിന്നീട് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് മുമ്പിലേക്ക് ബ്ലൂ ബുക്കിലെ നിയമങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ, ബ്ലൂ ബുക്കിലെ നിയമങ്ങളോട് ഒക്കെ ഒരു വിലയും കൽപ്പിക്കാതെ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ രാത്രി സമയത്ത് പ്രതിഷേധക്കാർക്കിടയിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറങ്ങിച്ചെല്ലുന്ന ഗവർണർ, പലയിടങ്ങളിലും വെച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രതിഷേധം കൃത്യമായി അറിയിക്കുന്ന ഗവർണർ, അത് കഴിഞ്ഞ് പുതുതായി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ അവിടെയും അപക്വമായ ഒരു ഗൗരവമൊക്കെ ഇട്ട് അപക്വമായ രീതിയിൽ പിണക്കം പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ഗവർണർ. എന്തിനായിരിക്കും ഗവർണർ ഇന്ന് നയപ്രഖ്യാപനത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം കാണിച്ച്, ഒരു മുൻചുണ്ടി കാണിച്ച് ഇറങ്ങിപ്പോയത്? അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നല്ലോ. അതിൽ ഗവർണറുടെ നിലപാട് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം: താനൊരു ഗവർണറാണ്, നിയമപരമായി നയപ്രഖ്യാപനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. അല്ലാതെ മുഖ്യമന്ത്രിയോട് യാതൊരു തരത്തിലുള്ള മമതയോ ഭരണ സംവിധാനത്തോട് യാതൊരു തരത്തിലുള്ള യോജിപ്പോ ഇല്ല എന്നും വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഗവർണറുടെ പ്രകടനങ്ങൾ വഴിവെച്ചത്. ഗവർണറെ നിയമസഭയുടെ സ്പീക്കർ ക്ഷണിക്കാൻ ചെല്ലുന്നു. അദ്ദേഹം വരുമെന്ന് ഉറപ്പു നൽകുന്നു. ഗവർണർ കൃത്യസമയത്ത് എത്തുന്നു. വളരെ ധൃതിയിൽ നിയമസഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നു. സാധാരണയായി അവിടെ വരുമ്പോൾ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചാണ് ഗവർണർ പോകാറ്. പക്ഷേ ഇത്തവണ തീർത്തും ഗൗരവത്തോടുകൂടി ആരെയും അങ്ങനെ മുഖമൊന്നും കൊടുക്കാതെ, സ്വാഗതം ചെയ്യുന്ന സമയത്ത് പൂച്ചെണ്ട് മാത്രം സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒരു ചിരി പോലും ചിരിക്കാതെ, ഹസ്തദാനം പോലും നൽകാതെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഗവർണർ, ആർക്കും മുഖം കൊടുക്കാതെ ഗൗരവപരമായി മാത്രം നിലനിൽക്കുന്ന ഒരു ഗവർണർ, അദ്ദേഹം നയപ്രഖ്യാപന വേദിയിലേക്ക് കടക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നു. അവസാന പാരഗ്രാഫ് വായിക്കുന്നു. മുഴുവൻ എടുത്തത് 6 മിനിറ്റ് മാത്രം. 1.5 മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ ഇറങ്ങിപ്പോകുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകീയമായ രംഗം ഗവർണർ അവിടെ ഉണ്ടാക്കിയത്? ഇത് സാധാരണ ഒരു സഭ ചേരൽ പോലെയല്ല ഇന്നത്തെ സഭ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സഭ ചേരലാണ്. അവിടെ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വഴിതെളിക്കുന്ന തരത്തിൽ ഇവിടുത്തെ ഭരണകൂടത്തെ, ഇവിടുത്തെ സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഒരു മോശപ്പെട്ട വസ്തു എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കാമോ അത്തരത്തിൽ അവതരിപ്പിക്കണം എന്ന ബോധ്യത്തോടു കൂടി തന്നെയാകണം ഗവർണർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇതിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ അഭിപ്രായമാണ്. ഇരുവരും പറയുന്നത് നീതിപരമായ ഒരു രീതിയല്ല ഗവർണർ ഇവിടെ നടത്തിയത്. തൻ്റെ തൊഴിൽ, തൻ്റെ ജോലി ചെയ്തു തീർത്തു പോകുന്ന ഒരു പ്രവണത മാത്രമാണ് ഗവർണർ ഇവിടെ കാണിച്ചത്. യാതൊരു നീതിയും കൂറും പുലർത്തിയിരുന്നില്ല എന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഇവിടെ പറയുന്നുമുണ്ട്. ഗവർണർ രാഷ്ട്രീയപരമായ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്ന് പല സമയങ്ങളിലും പലയിടങ്ങളിലുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും പറഞ്ഞതാണ്. അതിനെ അടിവരയിടുന്ന തരത്തിൽ, അതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് ഗവർണർ എന്ന നിയമസഭയിൽ കാണിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം തുറന്നു കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയാണ് ഗവർണർ കൊണ്ടുവന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന BJPക്കാരൻ അത് ചെയ്യാം. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ അത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു ഉപകരണമായി നിലനിൽക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ടത് തന്നെയാണ്. പലതരത്തിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇടം നേടാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഗവർണർ. അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു SFI പ്രവർത്തകർക്ക് മുമ്പിലേക്ക് ചാടി വീണത്. പിന്നീട്
യൂണിവേഴ്സിറ്റിയിൽ നടന്നതും അതിന്റെ രണ്ടാം ഭാഗം. കോഴിക്കോട് തെരുവിലൂടെ യാതൊരു സുരക്ഷയുമില്ലാതെ നടന്നു നീങ്ങിയതും ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുവാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു. ഇന്നും സഭയിൽ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളെക്കാൾ കൂടുതൽ ഗൗരവം താൻ ഇറങ്ങിപ്പോയതിന് മാധ്യമങ്ങൾ നൽകുമെന്ന ഉറച്ച തീരുമാനത്തിന്റെ ഉറച്ച ബോധ്യത്തിന്റെ പുറത്താണ് ഗവർണർ ഇത്തരത്തിൽ നാടകീയകരമായ ഒരു രംഗം അവിടെ സൃഷ്ടിച്ചത്. ഗവർണർ ഉദ്ദേശിച്ചത് നയപ്രഖ്യാപനമായിരുന്നിരിക്കില്ല. ഗവർണർ ഉദ്ദേശിച്ചത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ ഇവിടുത്തെ ഭരണപക്ഷത്തെ താറടിച്ച് കാണിക്കാമോ അത്തരത്തിലെല്ലാം താറടിച്ച് കാണിച്ചുകൊണ്ട് BJPയെ കേരളത്തിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ താക്കോലായി മാറുകയാണ് ഗവർണർ എന്ന് പറയേണ്ടി വരും.